ഇറാനിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. തെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ മാത്രം 6 സ്ഫോടനങ്ങൾ നടന്നതായി IDF അറിയിച്ചു. ഇറാന്റെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും IDF വ്യക്തമാക്കി. ഇറാന്റെ ഭീഷണി നേരിടുന്നതിനായി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തുടരുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച പുലർച്ചെ തെഹ്റാനിൽ നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് 4 ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടെന്നാണ് ഇറാൻ മാധ്യമം തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നാലെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എത്തി. ഇസ്രായേൽ ഭരണകൂടത്തിന് കഠിനമായ ശിക്ഷ നൽകുമെന്നാണ് അലി ഖമേനി ഔദ്യോഗികമായി പ്രതികരിച്ചത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി, ഖതം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനത്തിന്റെ കമാൻഡർ മേജർ ജനറൽ ഗോലം അലി റാഷിദ്, ആണവ ശാസ്ത്രജ്ഞനും ഇറാന്റെ മുൻ ആണവ മേധാവിയുമായ ഫറൈദൂൻ അബ്ബാസി, മുഹമ്മദ് മെഹ്ദി ടെഹ്റാൻജി എന്ന മറ്റൊരു പ്രമുഖ ആണവ ശാസ്ത്രജ്ഞൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ അടിക്ക് ഇറാൻ തിരിച്ചടി നൽകുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇറാൻ 100 ഡ്രോണുകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചിരിക്കുന്നു. ഇസ്രായേൽ സൈന്യം ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയ ശേഷം വെള്ളിയാഴ്ച തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രതികാര നടപടി ആരംഭിച്ചത്. IDF വക്താവ് യഫി ഡെഫ്രിൻ ആക്രമണ വിവരം സ്ഥിരീകരിച്ചതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഇസ്രായേൽ പ്രദേശത്തേക്ക് 100-ലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചു. ഇറാനിൽ നിന്ന് ഇസ്രായേലിലെത്താൻ അത്തരം ഡ്രോണുകൾക്ക് 7 മണിക്കൂർ വരെ എടുക്കുമെന്നും ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഭീഷണികളെ നേരിടാൻ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഡെഫ്രിൻ പറഞ്ഞു. ടെലവീവിൽ രാവിലെ 9:30 ഇസ്രായേൽ സൈന്യം ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്താൻ തുടങ്ങിയെന്ന് ഒരു IDF ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മിഡിൽ ഈസ്റ്റിലുടനീളം US എംബസി ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാൻ തുടങ്ങിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇസ്രായേൽ ഇറാനിൽ കനത്ത ആക്രമണം നടത്തിയത്. ആക്രമണങ്ങളെ തുടർന്ന് ടെഹ്റാനിൽ നിന്ന് ഉടനടി തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നേരത്തെ പറഞ്ഞിരുന്നു. ഇസ്രായേൽ, വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നിവിടങ്ങളിലെ എംബസി ജീവനക്കാരോടും അവരുടെ കുടുംബങ്ങളോടും വ്യാഴാഴ്ച വൈകുന്നേരം അഭയം തേടാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചിരുന്നു. ആക്സിയോണിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മിഡിൽ ഈസ്റ്റിലേക്കുള്ള US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ആഴ്ച സെനറ്റ് റിപ്പബ്ലിക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇസ്രായേലിൻ്റെയും USൻ്റെയും കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയേക്കാം എന്ന മുന്നറിയിപ്പാണ് സ്റ്റീവ് വിറ്റ്കോഫ് നൽകിയത്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണം ഇറാനിലെ ജനങ്ങൾക്കെതിരെയല്ലെന്നും ഏകാധിപത്യ സർക്കാരിനെതിരെയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഓപ്പറേഷൻ തുടരും, വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കും നെതന്യാഹു അറിയിച്ചു. പ്രതീക്ഷിച്ചതാണെങ്കിലും ഇറാന്റെ തിരിച്ചടിയോടെ മിഡിൽ ഈസ്റ്റ് യുദ്ധക്കളമായി വീണ്ടും മാറുന്നു. ഇറാന്റെ സഹായത്തിന് സഖ്യരാജ്യങ്ങളും ലോകത്തിലെ വൻ ശക്തികളുമായ റഷ്യയും ചൈനയും എത്തുമോ? അങ്ങനെ സംഭവിച്ചാൽ മിഡിൽ ഈസ്റ്റ് സംഘർഷം കൈവിട്ട കളിയായി മാറും.